2021 പുറത്തിറങ്ങിയ യോഗി ബാബു നായകനായി അഭിനയിച്ച വളരെ ഹിറ്റായി ഓടിയ മണ്ടേല എന്ന തമിഴ് സിനിമയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ലൈക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരാൾ വയലിന്റെ സൈഡിൽ വെളിക്കിറങ്ങാൻ തയ്യാറായി വരുന്നതാണ്. ആ സ്ഥലത്തേക്ക് ഒരു വണ്ടിയും വരുന്നുണ്ട്. വണ്ടിയിലിരുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിപ്പോൾ ഈ വയലിലേക്ക് ഇതൊക്കെ ചെയ്യാൻ വരുന്നത്? നമ്മുടെ ഗ്രാമത്തിൽ പുതിയ ടോയ്ലറ്റ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം. അയാൾ ഉടനെ തന്നെ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനായി ആ വണ്ടിയിൽ കയറുന്നു. അങ്ങനെ അവർ ആ ടോയ്ലറ്റിന്റെ പരിസരത്തെത്തുകയാണ്. അവിടെ വണ്ടി പിടിച്ച് ഈ ഗ്രാമത്തിലെ വേറെയും ആൾക്കാർ ടോയ്ലറ്റ് പരിസരത്തെത്തിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ രണ്ടു തരം ജാതിക്കാരാണ് താമസിക്കുന്നത്. അവർക്കിടയിലാണെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തർക്കം നടക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആദ്യം പോയി ടോയ്ലറ്റിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഒരു വിഭാഗം ആൾക്കാർ, ഇല്ല നമ്മുടെ ആൾക്കാർ ആദ്യം പോയി ഉദ്ഘാടനം ചെയ്യുമെന്ന് മറു വിഭാഗം ആൾക്കാർ. അങ്ങനെ തർക്കം മൂർച്ഛിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അയ്യയെ വിളിച്ചിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കാം. അയ്യ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ തല മുതിർന്ന ഒരു നേതാവാണ് കേട്ടോ. അയ്യാവിനെ വിളിക്കാൻ ആള് പോവുകയാണ്. അപ്പോഴാണ് ഈ അയ്യാവിനെ കാണിക്കുന്നത്. അയ്യാവിന് രണ്ട് ഭാര്യമാരാണ്. രണ്ട് ഭാര്യമാർക്കും ഓരോ ആൺമക്കളാണ്. ഈ രണ്ട് ആൺമക്കളുമാണ് ഈ നാട്ടിൽ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായി രാഷ്ട്രീയം പറഞ്ഞ് ഈ രണ്ട് ജാതിക്കാരെയും വേർപിരിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അയ്യാവിനെ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞ ആൾക്കാർ വന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ അയ്യാവ് രണ്ട് ഭാര്യമാരുടെ അടുത്തും പറയുകയാണ്, ഇതിന്റെ പിന്നിലും നിങ്ങളുടെ രണ്ട് മക്കളും തന്നെയായിരിക്കും. ഇതും പറഞ്ഞിട്ട് അയ്യാവ് വന്നവരുടെ കൂടെ ആ ടോയ്ലറ്റിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ടോയ്ലറ്റിന്റെ അടുത്തെത്തിയ ഉടനെ തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു, അയ്യാവ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന്. അങ്ങനെ അയ്യാവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതും ടോയ്ലറ്റിന്റെ വാതിൽ തുറന്ന് ഒരു പട്ടി ഇറങ്ങി വരുന്നതാണ് അവർ കാണുന്നത്. ടോയ്ലറ്റിന്റെ അകത്ത് കയറി നോക്കിയതോ പട്ടി അവിടെ സാധിച്ച് വച്ചിരിക്കുകയാണ്. ഇത് കണ്ട അയ്യാവ് പറഞ്ഞു, ആരെങ്കിലും ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ചെയ്യൂ എന്ന്. എന്നാൽ ടോയ്ലറ്റ് ആര് ക്ലീൻ ചെയ്യും എന്നുള്ള തർക്കമാണ് അടുത്തവിടെ ഉടലെടുത്തത്. ഇല്ല നീ ക്ലീൻ ചെയ്, അല്ല നീ ക്ലീൻ ചെയ് എന്നായി രണ്ട് ജാതിക്കാരും തമ്മിൽ. ഈ സമയം കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, ഇവിടെ ഇളിച്ചവായൻ എന്ന ഒരുത്തനുണ്ട്, നമുക്ക് അവനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാം. അയ്യാവ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഇളിച്ചവായനെ വിളിക്കാൻ പറയുന്നു. ഇളിച്ചവായൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തിന്റെ രണ്ട് ജാതിക്കാരും താമസിക്കുന്നതിന് ഇടയ്ക്കായി ഒരു മരമുണ്ട്, ഒരു ആൽമരം. ഈ ആൽമരത്തിന് ചുവടിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് മുടിവെട്ടി കൊടുത്തും ആ ആൽമരത്തിൽ തന്നെ താമസിച്ചുമാണ് ഇളിച്ചവായൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇളിച്ചവായൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ചിരിച്ച വായുള്ളവൻ എന്നാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കഥയിലെ നായകൻ. അപ്പോൾ അവിടെ ഇളിച്ചവായനെ വിളിക്കാൻ വേണ്ടി കാറെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ അയ്യാവിടെ മുടി വെട്ടാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്, നിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഇത് കേട്ടപാടെ നമ്മുടെ ഹീറോ കാറിൽ കയറാൻ പോയി. ഉടനെ കാറിലിരുന്ന ആൾ പറഞ്ഞു, നീ കാറിലൊന്നും കയറിക്കൂടാ, നീ കാറിന്റെ പുറകെ ഓടി വന്നാൽ മതി. അങ്ങനെ നായകൻ കാറിന്റെ പുറകെ വച്ച് പിടിക്കുകയാണ്. ഹീറോ അയ്യാവിടെ അടുത്തെത്തിയതും ഷേവിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വയ്ക്കുകയാണ്. ഇത് കണ്ടപാടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞു, നീ ഇപ്പോൾ ഷേവിംഗ് ഒന്നും ചെയ്യണ്ട, ആദ്യം നീ പോയി ആ ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. ഇത് കേട്ടപാടെ പാവം ഹീറോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുകയാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത ശേഷം ഹീറോ അയ്യയുടെ അടുത്ത് പറയുന്നു, അയ്യ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. ഇത് കണ്ട അയ്യയ്ക്ക് സഹതാപം തോന്നി. ചെയ്ത ജോലിക്ക് കാശെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യയുടെ കയ്യിലിരുന്ന കുറച്ച് പൈസ അടുത്തിരുന്ന ആളെ കൊടുക്കുകയാണ് ഹീറോയ്ക്ക് കൊടുക്കാൻ. എന്നാൽ അയാൾ ഹീറോയ്ക്ക് ആ പൈസ കൊടുക്കുന്നില്ല. ഹീറോയും തൻ്റെ അസിസ്റ്റന്റും കൂടി മാറിയിരുന്ന് പിന്നെയുള്ള കാഴ്ചകൾ കാണുകയാണ്. അങ്ങനെ അയ്യ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം ഇരു വിഭാഗത്തിൽ നിന്നും ആര് ആദ്യം ടോയ്ലറ്റിൽ പോകും എന്നായി അടുത്ത തർക്കം. ഒടുക്കം അയ്യ പറയുന്നു, ഞാൻ തന്നെ ആദ്യം ടോയ്ലറ്റിൽ പോകാം. അങ്ങനെ അയ്യ ടോയ്ലറ്റിൽ പോവുകയാണ്. ടോയ്ലറ്റിനകത്തിരുന്ന അയ്യ പുറത്തുള്ള സംഭവങ്ങൾ കേൾക്കുകയാണ്. പുറത്ത് അയ്യയ്ക്ക് ശേഷം ആരാദ്യം പോകും എന്നായി തർക്കം. അയ്യയ്ക്ക് ശേഷം ആര് എന്നുള്ള തർക്കം മൂർച്ഛിച്ച് അത് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ അടിയിലേക്ക് മാറുകയാണ്. അവസാനം ഈ രണ്ട് ജാതിക്കാരും കൂടി ആ ഗ്രാമത്തിൽ ആദ്യമായി വന്ന ആദ്യത്തെ ടോയ്ലറ്റിനെ അടിച്ച് പൊളിച്ച് കളയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും പരിസരത്ത് തന്നെയുണ്ട്. നാട്ടുകാർ ടോയ്ലറ്റ് പൊളിച്ച സീനിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ എല്ലാ വീടുകളിലും കയറി മുടി വെട്ടാൻ പോകുന്ന ജോലിക്ക് പോകുന്നതാണ്. എന്നാൽ ആരും തന്നെ നമ്മുടെ ഹീറോയെ വീടിന്റെ മുൻവശത്ത് കൂടി കയറ്റില്ല. കാരണം ഹീറോ മുടി വെട്ടാൻ പോകുന്നത് കൊണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് പേർ ഹീറോയ്ക്ക് കാശ് കൊടുക്കാതെ ആഹാരം മാത്രം കൊടുത്ത് പറ്റിക്കാറുമുണ്ട്. പൈസ കാര്യത്തിൽ ഈ ഗ്രാമത്തിലെ ആൾക്കാർ എല്ലാം ഇതുപോലെയാണ്. സ്വന്തം ജാതിക്കാർക്ക് പോലും ഒരു രൂപ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഹീറോ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് താൻ താമസിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ അസിസ്റ്റന്റുമായി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പണമൊന്നും കാണാനില്ല. ഏത് മഹാഭാവിയായിരിക്കും താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് തൻ്റെ കൂടെയുള്ള പയ്യൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു കാഴ്ച കണ്ടു. എല്ലാ പേരുടെയും കയ്യിൽ നിന്നും സ്ഥിരം കടം വാങ്ങി കുടിക്കുന്ന ഒരുത്തൻ അന്നായപ്പോൾ പല തരത്തിലുള്ള ടച്ചിങ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് ഹീറോയുടെ മരത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് വിശാലമായി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ടച്ചിങ്സ് ഒക്കെ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ കാണുമ്പോൾ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. തൻ്റെ
തൻ്റെ കാശ് മോഷ്ടിച്ചത് ഇയാൾ തന്നെയാണ്. തൻ്റെ ഉള്ള കാശ് പോയി, ഇനിയുള്ള കാശെങ്കിലും തനിക്ക് സംരക്ഷിക്കണം എന്ന് കരുതി ഹീറോ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ നായികയെ കാണിക്കുന്നത്. നായിക പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസിൽ എത്തിയ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു ID കാർഡ് വേണമെന്ന്. ID കാർഡ് എടുക്കാൻ നായിക ഹീറോയുടെ അടുത്ത് പേര് ചോദിക്കുകയാണ്. പക്ഷേ നായകന് തൻ്റെ പേര് അറിഞ്ഞുകൂടാ. പേര് അറിഞ്ഞുകൂടാത്ത ആളാണോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ പേര് പലരും പല രീതിയിലാണ് വിളിക്കുന്നത്, അതുകൊണ്ട് താൻ തൻ്റെ പേര് തന്നെ മറന്നുപോയി എന്നാണ് ഹീറോ ഉത്തരം പറയുന്നത്. നായിക പറയുന്നു, ഇയാളുടെ പേര് ഗ്രാമത്തിലുള്ള ആർക്കെങ്കിലും അറിയാൻ കഴിയും, ചെന്ന് ഗ്രാമത്തിലൊന്ന് അന്വേഷിച്ച് നോക്കൂ, ചിലപ്പോൾ മുതിർന്ന ആർക്കെങ്കിലും പേര് അറിയാമെങ്കിലോ എന്ന്. അങ്ങനെ ഹീറോ പേരന്വേഷിച്ച് സ്വന്തം ഗ്രാമത്തിലോട്ട് പോവുകയാണ്. ഹീറോ ഗ്രാമത്തിൽ വന്ന് തൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ പലരും ഹീറോയെ കളിയാക്കുകയാണ് ചെയ്തത്. മറ്റു ചിലരാണെങ്കിലോ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേരിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയും ഗ്രാമവാസികളുമെല്ലാം അയ്യ എന്ന് വിളിക്കുന്ന തലമുതിർന്ന നേതാവ് ആശുപത്രിയിൽ കിടക്കുന്നതാണ്. അയ്യാവെ കാണാൻ വേണ്ടി മറ്റൊരു വലിയ നേതാവും അവിടെ വന്നിട്ടുണ്ട്. ആ വലിയ നേതാവ് അയ്യാവിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു ഫാക്ടറി വരാൻ പോവുകയാണ്, ആ ഫാക്ടറിക്ക് സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും ജോലി കിട്ടും, നല്ല റോഡുകൾ വരും, പിന്നെ സ്കൂളുകൾ ഉണ്ടാകും എന്നൊക്കെ. ഇത് കേട്ട ഉടനെ തന്നെ അയ്യാവ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾക്കല്ല നിങ്ങൾക്കാണ് അധികം നേട്ടം ഉണ്ടാവുക എന്ന് പറയൂ. ഇത് കേട്ടപാടെ ആ നേതാവ് വിഷയം മാറ്റുകയാണ്. പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അടുത്ത ഇലക്ഷനിൽ അയ്യാവ് നിൽക്കണ്ട, കാരണം അയ്യാവിന് വയ്യാണ്ടായിരിക്കുന്നു. മക്കളിൽ ആരെങ്കിലും ഒരാൾ നിൽക്കട്ടെ. ഇത് മക്കൾ രണ്ടുപേരും കേട്ടുകൊണ്ട് നിൽക്കുന്നുമുണ്ടായിരുന്നു. ഇത് കേട്ട അയ്യാവുടെ ഭാര്യമാരും തീരുമാനിച്ചു, നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമെന്ന്. അയ്യാവിനെ ആശുപത്രിയിൽ വന്ന് കണ്ട ആ വലിയ നേതാവ് തിരിച്ച് കാറിൽ വന്ന് കയറിയപ്പോൾ അയ്യാവിൻ്റെ 2 മക്കളും കൂടി വന്ന് അയാളെടുത്ത് ചോദിച്ചു, ഒരു ഫാക്ടറി വരണ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് വരികയാണെങ്കിൽ നമുക്ക് എത്ര കോടി കിട്ടും? ഉടനെ തന്നെ കാറിനകത്തിരുന്ന മറ്റൊരാളാണ് മറുപടി പറഞ്ഞത്, 5 കോടി കിട്ടും. ഇത് കേട്ടപാടി അയ്യാവിൻ്റെ മക്കൾ 2 പേരും വായും പൊളിച്ചു നിന്നു. കാറ് മുന്നോട്ട് നീങ്ങി. കാറിനകത്തിരുന്ന ആൾ പറഞ്ഞു, 5 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ അവനൊക്കെ വാ പൊളിച്ചു. ഇനി യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്നത് 30 കോടിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യവനൊക്കെ ഈ നാട് തന്നെ വിറ്റേനെ. ഇതിനുശേഷം അയ്യാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. ഹീറോ പോസ്റ്റ് ഓഫീസിൽ വന്ന് നായികയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചു, പക്ഷേ എൻ്റെ പേര് ആർക്കും അറിഞ്ഞുകൂടാ, എനിക്ക് പേരില്ല എന്നാണ് തോന്നുന്നത്. നായിക ഉടനെ മറുപടി പറഞ്ഞു, അതിനെന്താ, നമുക്കൊരു പുതിയ പേര് വയ്ക്കാം. അങ്ങനെ നായിക ഒരുപാട് പേരുകൾ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്കും ഹീറോയുടെ കൂടെ വന്ന ആ പയ്യനും ഈ പേരുകളൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഹീറോയ്ക്ക് ഏത് പേരിടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക ഒരു ലെറ്ററിൽ നെൽസൺ മണ്ടേലയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് കാണുകയാണ്. ഉടനെ തന്നെ നായിക ചോദിക്കുകയാണ്, നെൽസൺ മണ്ടേല എന്താ നല്ല പേരല്ലേ? ആ പേര് ഹീറോയ്ക്കും അസിസ്റ്റന്റിനും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ പേര് തന്നെ ഹീറോയ്ക്ക് വയ്ക്കുകയാണ്, നെൽസൺ മണ്ടേല. പേരയ്ക്ക് വച്ചതിന് ശേഷം നായിക ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കണം, അതിന് നമുക്ക് സിറ്റിയിലോട്ട് പോകണം. നായിക തന്നെ ഹീറോയെ വണ്ടിയിൽ കയറ്റി സിറ്റിയിൽ കൊണ്ടുപോയി ഫോട്ടോയൊക്കെ എടുത്ത് ID കാർഡിനുള്ള എല്ലാ കാര്യവും അവിടെ തന്നെ ചെയ്തതിന് ശേഷം തിരിച്ച് ഗ്രാമത്തിൽ കൊണ്ട് വിട്ടിട്ട് നായിക ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, ID കാർഡിനുള്ള എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്, ഈ പേപ്പർ ഭദ്രമായി കയ്യിൽ വെച്ചിരിക്കാൻ. അതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് അയ്യാവുടെ വീടാണ്. അയ്യാവ് ഒരു കസേരയിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹീറോയും ഉണ്ട് കേട്ടോ. അയ്യാവിൻ്റെ കൈയും തിരുമ്മി കൊടുത്തുകൊണ്ട് അയ്യാവിൻ്റെ ഏത് മകൻ അടുത്ത പ്രസിഡന്റ് ആവും എന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അയ്യാവിൻ്റെ ഭാര്യമാരും മക്കളും മക്കളുടെ ചിങ്കിടികളും എല്ലാം അവിടെ ഉണ്ടാണ്. കൈ തിരുമ്മിക്കൊണ്ടിരുന്ന ഹീറോയുടെ അടുത്ത് അയ്യാവ് പറഞ്ഞു, മതി, മാറിയിരുന്നു. എന്നിട്ട് ഇളയവൻ്റെ അടുത്ത് ചോദിച്ചു, നീ പ്രസിഡന്റ് ആയാൽ എന്ത് ചെയ്യും? ഇത് കേട്ട് അയ്യാവിൻ്റെ ഒരു മകൻ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ പയ്യന്മാർക്കെല്ലാം നല്ല ചെലവ് ചെയ്യും. ഇത് കേട്ട് അയ്യാവിന് തീരെ അങ്ങ് രസിച്ചില്ല. ഉടനെ തന്നെ മറ്റേ മകൻ മറുപടി പറഞ്ഞു, ഞാനാണെങ്കിൽ നാട്ടുകാരുടെ അക്കൗണ്ടിൽ 12,000 രൂപ ഇട്ട് കൊടുക്കും. പിന്നീട് നാട്ടുകാർക്ക് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു തരം ലേലം വിളി പോലെയായി. ഞാൻ 20,000 ഇടും, ഞാൻ 30,000 ഇടും, 40,000 ഇടും എന്നിങ്ങനെ പൊങ്ങിപ്പോയി. ഇതിനിടയിൽ കൂടെയുള്ള ഒരു ചിങ്കിടി മകൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമോ? ഉടനെ തന്നെ മറുപടിയും വന്നു, ആരിട്ട് കൊടുക്കുക, ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അയ്യാവിന് ദേഷ്യമാണ് വന്നത്. അയ്യാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ മത്സരത്തിന് നിൽക്കാൻ യോഗ്യരല്ല. എന്നാൽ അയ്യാവിൻ്റെ ഭാര്യമാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാ പ്രാവശ്യവും നിങ്ങൾ നമ്മളുടെ മക്കളെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നത് പതിവാണ്, ഇപ്രാവശ്യം അവർ രണ്ടുപേരും മത്സരിക്കട്ടെ എന്നായി അവരുടെ വാദം. അയ്യാവിൻ്റെ ഭാര്യമാർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്, നമ്മുടെ 2 മക്കളും പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയാണ്. ജയിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുകയാണ് ഈ 2 മക്കളും കൂടി. ഒരു മകനാണെങ്കിൽ സ്വന്തം ജാതിക്കാർ അവന് തന്നെ വോട്ട് കൊടുക്കാൻ വേണ്ടി 2,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. മറ്റൊരു മകനാണെങ്കിൽ അവൻ്റെ ആൾക്കാർക്ക് പൈസ കിട്ടാനുള്ള ടോക്കൺ വിതരണം ചെയ്തിട്ട് അവരെ കൊണ്ട് സത്യം ഇടിപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് തന്നെ വോട്ടിടണം എന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ്, നമ്മൾ എത്ര പേർക്ക് പണം വിതരണം ചെയ്തിട്ടുണ്ട്, എത്ര പേർ നമുക്ക് വോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയുകയാണ്, നമ്മൾ എല്ലാവർക്കും പണം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ അയ്യാവിൻ്റെ ഒരു മകൻ പറയുകയാണ്, ഇല്ല, ഇവിടെ നിന്ന് പുറത്ത്
പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളവർക്ക് നമ്മൾ പൈസ വിതരണം ചെയ്തിട്ടില്ല, അവരെയും വിളിച്ച് പൈസ കൊടുക്കണമെന്ന് അയ്യാവിൻ്റെ മകൻ പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തുപോയി ജോലി ചെയ്ത ആ നാട്ടുകാരെ വിളിച്ചു വരുത്തി അവർ പൈസ വിതരണം ചെയ്യുകയാണ്. ഇലക്ഷൻ പ്രചാരണം നടക്കുമ്പോൾ തന്നെ സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയെയാണ്. ഹീറോ റോഡ് വഴി നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് ഹീറോയെ ഇളിച്ചവായ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട ഹീറോ അവരുടെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ പേര് ഇളിച്ചവായ എന്നല്ല, എൻ്റെ പേര് മണ്ടേല എന്നാണ്. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് ബുക്കിൽ തൻ്റെ പേര് കാണിച്ചു കൊടുക്കുകയാണ്. ആ ബുക്ക് കയ്യിൽ വാങ്ങിച്ച് നോക്കിയിട്ട് ആ സ്ത്രീ ആ ബുക്കിനെ തറയിലെറിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുകയാണ്, നിന്നെ ഞാൻ ഇളിച്ചവായ എന്നേ വിളിക്കുകയുള്ളൂ, നീ പോടാ എന്ന്. ഇത് കഴിഞ്ഞ് ഹീറോ തിരിഞ്ഞതും ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ നായിക ഹീറോയുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് കണ്ടപ്പോൾ ഒരുമാതിരിയായി. ഹീറോ പറഞ്ഞു, അതെ, അവരെ വായിൽ ഈ മണ്ടേല എന്ന് പറയുന്ന വാക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് അവരെന്നെ ഇളിച്ചവായ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ അതാ വീണ്ടും ആരോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു ഇളിച്ചവായ എന്ന്. ഇത് കേട്ട പാവം ഹീറോ മുഖമൊക്കെ വാടി അങ്ങോട്ട് പോകുന്നു. അയ്യാവിൻ്റെ മക്കളുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുവന് ഒരു വോട്ടിൻ്റെ ലീഡുണ്ട് എന്നുള്ള കാര്യം മറ്റവൻ അറിയുകയാണ്. ഇതറിഞ്ഞ ലീഡ് കുറവുള്ളവൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയുകയാണ്, അവർക്ക് ലീഡുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത് ഒരു വയസ്സായ സ്ത്രീയുടെ വോട്ടാണ്. അവരാണെങ്കിലോ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടപ്പാണ്. അവരെ അങ്ങ് തീർത്ത് കളയാൻ വലിയ പാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ ആ വയസ്സായവരെ ഇല്ലാതാക്കാൻ വേണ്ടി ആ വീട്ടിലെത്തുകയാണ്. അവിടെ എത്തുമ്പോഴോ അയ്യാവുടെ മറ്റേ മകൻ ഈ വയസ്സായവർക്ക് വൻ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പോരാത്തതിന് ഇവർ ഒരു കാരണവശാലും മരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മെഡിക്കൽ സെറ്റപ്പും അവിടെ ചെയ്തിട്ടുണ്ട്. ഈ വയസ്സായവരെ ഇല്ലാതാക്കാൻ വന്നവന്മാർ മറ്റവന്മാരുടെ കണ്ണിൽ പെടുകയാണ്. അവസാനം ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം വയസ്സായ ആ സ്ത്രീക്ക് കാവലിരിക്കുന്നവൻ ആ സ്ത്രീയോട് ചോദിക്കുന്നു, ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് നമുക്ക് തന്നെ ചെയ്യണം കേട്ടോ. ഇത് കേട്ട ആ സ്ത്രീ മുഖത്തെ മാസ്ക് മാറ്റിയതിനു ശേഷം പറയുന്നു, തീർച്ചയായും ഞാൻ MGR തന്നെ വോട്ട് ചെയ്യും. ഇത് കേട്ട് കാവലിരുന്നവൻ പറയുന്നു, MGR ഒക്കെ എന്നേ മരിച്ചുപോയി. ഇത് കേട്ട് ഷോക്കായ ആ സ്ത്രീ, എന്ത് MGR മരിച്ചോ എന്ന് പറഞ്ഞ് വായും പൊളിച്ച് അപ്പോഴും തന്നെ അവർ മരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു മരണം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ അയ്യാവിൻ്റെ ഇളയ മകൻ്റെ ചിങ്കിടി അവിടെ ഇരുന്ന വയസ്സായ ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതേപോലെ ഇനി ആർക്കെങ്കിലും മരിക്കാനാണ് വിചാരമെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളയും. ഇലക്ഷൻ കഴിയാതെ ഒരുത്തനും മരിച്ചു കളയരുത്. അങ്ങനെ അയ്യാവിൻ്റെ രണ്ട് മക്കളും വോട്ടിംഗ് ശതമാനത്തിൽ ഒരുപോലെ വരികയാണ്. ഇതിന് പുറകെ വോട്ട് കുറഞ്ഞ അയ്യാവിൻ്റെ ഒരു മകൻ അടുത്ത ജാതിക്കാരൻ്റെ കയ്യിൽ നിന്നും വോട്ട് വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അയ്യാവുടെ ഇളയ മകൻ എതിർ ജാതിക്കാരൻ്റെ കയ്യിൽ നിന്നും വോട്ട് വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നത് മൂത്ത മകൻ്റെ ശിങ്കിടി കാണുകയാണ്. നീയെങ്ങാനും അവന് വോട്ട് ചെയ്താൽ നിന്നെ ഇല്ലാതാക്കി കളയുമെന്ന് അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതുമാത്രമല്ല, പുറത്തിറങ്ങി നിന്ന് മറ്റാൾക്കാരെയും ഇയാൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അയ്യാവിൻ്റെ മൂത്ത മകൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുകയാണ്, നിങ്ങളുടെ അനിയൻ ഇതുപോലെ വോട്ട് വില കൊടുത്ത് വാങ്ങിക്കാൻ ശ്രമിച്ചു എന്ന്. അപ്പോൾ അയ്യാവിൻ്റെ മൂത്ത മകൻ പറയുകയാണ്, ഒരു പ്രശ്നം കൂടിയുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും വോട്ട് ശതമാനം ഒരുപോലെയല്ല. കാരണം നമ്മുടെ അച്ഛൻ ആർക്ക് വോട്ട് ചെയ്യുന്നു അവരുടെ വോട്ട് കൂടിയിരിക്കും. അതുകൊണ്ട് അച്ഛൻ ആർക്ക് വോട്ടിടുന്നു അവരായിരിക്കും ഈ ഇലക്ഷനിൽ ജയിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ രണ്ട് സഹോദരങ്ങളും അയ്യാവിൻ്റെ അടുത്തെത്തി ചോദിക്കുകയാണ്, അച്ഛ, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഉടനെ തന്നെ അയ്യാവ് പറയുകയാണ്, നീയൊക്കെ 2 എണ്ണം ജയിച്ചിരുന്നാലും ഈ നാടിന് ദോഷമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ വോട്ട് ചെയ്യില്ല. ഇതിനുശേഷം അയ്യാവിൻ്റെ വീടിന് പുറത്ത് ഈ ഇലക്ഷൻ തർക്കം മൂത്ത് അയ്യാവിൻ്റെ 2 മക്കളും ചേരി തിരിഞ്ഞ് സംഘട്ടനത്തിനായി തയ്യാറായി നിൽക്കുമ്പോൾ ദൂരെ നിന്നും സ്കൂട്ടറിൽ ഒരാൾ അവിടെ എത്തുകയാണ്. സ്കൂട്ടറിൽ വന്നയാൾ ഇവരുടെ ഇടയിൽ വണ്ടി കൊണ്ട് നിർത്തിയതിനു ശേഷം ചോദിച്ചു, എല്ലാവരും ഉണ്ടല്ലോ, എന്താ വല്ല ഉത്സവം വല്ലതുമുണ്ടോ? ഇത് കേട്ടതും അയ്യാവിൻ്റെ ഒരു മകൻ പറഞ്ഞു, അടികൊള്ളാതെ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ആ സ്കൂട്ടറിൽ വന്ന ആൾ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ആരോ വോട്ടർ ID കാർഡിന് അപേക്ഷിച്ചിരുന്നു, അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എന്നെ തന്നെ നിങ്ങൾ തല്ലണം. വന്നവന്റെ വായിൽ നിന്നും ഇങ്ങനൊരു കാര്യം കേട്ടതും നിന്നവന്മാർക്കെല്ലാം അതിശയമായി. അതാരാണടാ പുതിയ വോട്ടർ എന്നറിയാൻ വേണ്ടി ആ വോട്ടർ ID കാർഡ് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി കീറി ആ വോട്ടർ ID നോക്കിയതും ആ വോട്ടർ IDയിൽ ഉണ്ടായിരുന്ന പടം ആരുടേതാണെന്നോ? വേറെ ആരുടെയുമായിരുന്നില്ല, അത് നമ്മുടെ ഹീറോയുടെ പടം തന്നെയായിരുന്നു. പിന്നെ അവർ ഒന്നും ആലോചിച്ചില്ല, ഹീറോ കിടക്കുന്ന ആ മരച്ചുവട്ടിലേക്ക് അവർ യാത്രയായി. അയ്യാവിൻ്റെ 2 മക്കളും ശിങ്കിടികളും എല്ലാം ഹീറോ കിടക്കുന്ന മരത്തിന്റെ ചുവട്ടിലെത്തി. ഹീറോ അവിടെ ഒരു വലിയ തുണി വലിച്ചു കെട്ടി മരത്തിന് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയ്യാവിൻ്റെ ഒരു മകൻ ശിങ്കിടിയിലെടുത്ത് ചോദിച്ചു, ഇവൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഇവൻ 2 വിഭാഗത്തിലും പെടുന്നവനല്ല, പൊതുവായിട്ടുള്ളവനാണെന്നാണ് തോന്നുന്നത്. ആ സമയം ഹീറോവിൻ്റെ അസിസ്റ്റന്റ് അവിടെ എത്തി. അവിടെ നിന്നവർ അവൻ്റെ അടുത്ത് പറഞ്ഞു ഹീറോയെ വിളിക്കാൻ. ഉടനെ തന്നെ അവൻ ഒരു കല്ലെടുത്ത് ഹീറോയെ എറിഞ്ഞ് ഉണർത്താൻ നോക്കി. അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഒരു ശിങ്കിടി പറഞ്ഞു, നീ കല്ലെടുത്തെറിഞ്ഞ് അവനെ കൊല്ലാതടി, ആകെ മൊത്തം ഉള്ളത് ഒരു വോട്ടാണ്, അത് നീ കളയൂ. എന്നിട്ട് അതിലുള്ള ഒരുത്തൻ ഹീറോയെ ഇളിച്ചവായ എന്ന് ഉറക്കെ വിളിച്ചു. ഇത് കേട്ട അസിസ്റ്റന്റ് പറഞ്ഞു, ഇളിച്ചവായ എന്ന്
അങ്ങേരെ വിളിക്കരുത്, അയാളുടെ പേര് മണ്ടേല എന്നാണ്, മണ്ടേല എന്ന് വിളിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം. ഒരു വിഭാഗത്തിലുള്ളവർ മണ്ടേല എന്ന് വിളിക്കാൻ നിരസിച്ചുവെങ്കിലും മറുവിഭാഗത്തിലുള്ളവർ മണ്ടേല എന്ന് ഉറക്കെ വിളിച്ചു. കുറച്ചും കൂടെ കടുപ്പിച്ചു മണ്ടേല സാർ എന്ന്. ഒടുക്കം എല്ലാവരും കൂടെ ചേർത്ത് വിളിച്ചു മണ്ടേല മണ്ടേല എന്ന്. അങ്ങനെ തൻ്റെ പേര് വിളിക്കാൻ മടിച്ച നാട്ടുകാർ തന്നെ അവനെ മണ്ടേല എന്ന് ഉറക്കെ വിളിച്ചു. തൻ്റെ പേര് ആദ്യമായി നാട്ടുകാർ വിളിക്കുന്നത് കേട്ട് മണ്ടേല ഉണർന്നു. താഴോട്ട് നോക്കിയതും അവിടെ മൊത്തം ഇലക്ഷൻ പ്രവർത്തകരും ഉണ്ടായിരുന്നു. മരത്തിന്റെ വള്ളിയിൽ പിടിച്ച് താഴോട്ട് ഇറങ്ങാൻ നിന്ന ഹീറോയുടെ അടുത്ത് അയ്യാവുടെ മൂത്ത മകൻ പറഞ്ഞു, നീ വള്ളിയിൽ പിടിച്ചൊന്നും ഇറങ്ങാതെ തറയിൽ വീണ് കാലിന് വല്ലതും പറ്റിയാലോ എന്ന് പറഞ്ഞ് കാർ എടുത്ത് ഇട്ടുകൊടുത്തു. ഒരിക്കൽ കാറിൽ കയറ്റാൻ മടിച്ച അവർ തന്നെ മണ്ടേലയെ കാറിന്റെ പുറത്ത് ചവിട്ടി ഇറക്കി. അതിനുശേഷം ഹീറോയ്ക്ക് മുന്നിൽ അവർ ഹീറോയുടെ ID കാർഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ ID കാർഡ് അല്ലേ? ID കാർഡ് നോക്കിയിട്ട് ഹീറോ ചുറ്റും നോക്കിയെന്നും കൂടി നിൽക്കുന്നവരുടെ കയ്യിലെല്ലാം ആയുധങ്ങളും തടികളും എല്ലാം ഉണ്ട്. ഇത് കണ്ട് പേടിച്ച ഹീറോ പറഞ്ഞു, അല്ല ഇതെന്റെ ID കാർഡല്ല. എന്നാൽ ഹീറോയുടെ അസിസ്റ്റന്റ് പറയുന്നു, അല്ല ഇത് അണ്ണന്റെ ID കാർഡ് തന്നെയാണ്. ഉടനെ തന്നെ മണ്ടേല നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് പറയുന്നു, നിങ്ങൾക്കാർക്കും ഞാൻ ID കാർഡ് എടുത്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ തന്നെ വലിച്ചു കീറി കളയാമെന്ന്. എന്നാൽ കൂടി നിന്ന എല്ലാവരും കൂടി ഹീറോയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, ഇല്ല നിന്നെ ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന്. ഇത് കേട്ട ഹീറോ താൻ നാട്ടിൽ ഒരു വലിയ സംഭവമാവാൻ പോവുകയാണ് എന്ന് മനസ്സിലാവാതെ കണ്ണും തള്ളി നിന്നു. വോട്ടർ ID കീറിക്കളയാൻ ശ്രമിച്ച മണ്ടേലയുടെ അടുത്ത് ഈ കൂടി നിന്നവന്മാരിൽ ഒരുത്തം പറഞ്ഞു, എടാ നീ ഈ ID കാർഡ് കീറിക്കളഞ്ഞാൽ നീ പിന്നെ എങ്ങനെ വോട്ടിടാൻ പോകും? ഹീറോ അപ്പോൾ പറഞ്ഞു, ഈ കൊടുവേലത്ത് വോട്ടിടാൻ പോയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, എങ്കിൽ മാത്രമേ നിനക്ക് ഒരു നല്ല ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹീറോ ചോദിച്ചു, ഈ ജനപ്രതിനിധി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അയ്യാവിന്റെ ഒരു മകൻ ഹീറോയോട് പറഞ്ഞു, ജനങ്ങൾക്ക് എന്താഗ്രഹമാണോ ഉള്ളത് ആ ആഗ്രഹം അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളെ നല്ല ജനപ്രതിനിധി എന്ന് പറയും. ഉടനെ അയ്യാവിന്റെ മറ്റേ മകൻ പറഞ്ഞു, ഉദാഹരണം പറയുകയാണെങ്കിൽ നിനക്കിപ്പോൾ എന്താണ് ആഗ്രഹം? ഉടനെ ഹീറോ പറഞ്ഞു, എനിക്ക് എന്ത് ആഗ്രഹമാണുള്ളത്? എല്ലാ പേർക്കും നല്ല രീതിയിൽ മുടി വളരണം, എല്ലാവരുടെയും മുടി എനിക്ക് വെട്ടാൻ പറ്റണം, പിന്നെ ഒരു നല്ല ബാർബർ ഷോപ്പ് ഇടണം, ഇത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഹീറോവിന്റെ ആഗ്രഹം അറിഞ്ഞ ഉടനെ തന്നെ അയ്യാവിന്റെ മൂത്ത മകൻ ഒരു പുതിയ കണ്ണാടി ആ മരച്ചുവട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ പഴയ കണ്ണാടിയിൽ നോക്കി മുടി വെട്ടി എന്നാണ് നീ ഒരു നല്ല ബാർബർ ഷോപ്പൊക്കെ ഇടുന്നത്? ഇപ്പോൾ മനസ്സിലായോ ഒരു നല്ല ജനപ്രതിനിധി ആരാണെന്ന്? നീ എനിക്ക് തന്നെ വോട്ടിടണം. ഉടനെ തന്നെ എവിടെ നിന്നാണെന്നറിയില്ല ഒരു കറങ്ങുന്ന കസേര അയ്യാവിന്റെ ഇളയ മകനും അവിടെ കൊണ്ടുവച്ചു. നല്ല കണ്ണാടി മാത്രമായാൽ മതിയോ? ഈ വരുന്ന കസ്റ്റമറിന് ഇരുന്ന് മുടി വെട്ടാൻ നല്ല കസേരയും വേണ്ടേ? എന്നിട്ട് അയ്യാവിന്റെ ഇളയ മകൻ പറഞ്ഞു, കണ്ണാടിയെക്കാട്ടിലും വലുതാണ് കസേര, നീയപ്പോൾ വോട്ട് എനിക്ക് തന്നെ ഇടുമല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ കസേരയിൽ അന്തം വിട്ടിരുന്ന് കണ്ണാടിയിലോട്ട് നോക്കി മണ്ടേല പറഞ്ഞു, ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയ്യാവിന്റെ ഒരു മകൻ പറഞ്ഞു, ഇലക്ഷന് ഇനി ഒരു മാസമുണ്ട്, നീ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് അവരുടെ ഗ്രൂപ്പിലുള്ള ഒരുത്തൻ ഈ ID കാർഡ് ഒരു ചരലിൽ കെട്ടി കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എപ്പോഴും നിന്റെ കഴുത്തിൽ ഉണ്ടായിരിക്കണമെന്ന്. അയ്യാവിന്റെ രണ്ട് മക്കളും കൂടി വോട്ട് കിട്ടാൻ വേണ്ടി ഹീറോയ്ക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നു, കിടക്കാൻ കട്ടില്, ഫാന്, TV എല്ലാം ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. എന്തു പറയാൻ, ചിക്കനും ബെറോട്ടയും 3 നേരം തിന്നാനുള്ള ആഹാരം വരെ ഹീറോയ്ക്ക് അവർ എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, ഹീറോ പുതിയ സ്റ്റൈലിലേക്ക് മാറുകയാണ്. മുടി വെട്ടിക്കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളമാണ് നാട്ടുകാർ ഹീറോയ്ക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഗ്രൂപ്പുകൾ രണ്ടുപേരും കൂടി ഹീറോയ്ക്ക് 100 രൂപ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്നു. പിൻവാതിൽ വഴി ഹീറോയെ കയറ്റിയിരുന്നവരെ കൊണ്ട് മുൻവാതിലിലൂടെ ഹീറോയെ മുടിവെട്ടാൻ കയറ്റുന്നു. ഇതെല്ലാം കണ്ട ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, ഈ ID കാർഡ് വെച്ച് എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന്. അയ്യാവിൻ്റെ 2 മക്കളും ഹീറോയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കണ്ട് നായിക വന്ന് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇവർ ഇതെല്ലാം തരുന്നത് നിന്റെ വോട്ട് കണ്ടുകൊണ്ടാണ്, ഇങ്ങനെ വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് നായിക പറയുന്നു. എന്നാൽ ഹീറോ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല, എനിക്ക് അതിലൊരു തെറ്റും കാണുന്നില്ല. വളരെ വൈകിട്ട് ഉണരാത്ത മണ്ടേലെ അസിസ്റ്റന്റ് വിളിച്ചുണർത്തുകയാണ്. പക്ഷേ മണ്ടേലേക്ക് ജോലിക്ക് പോകാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം 3 നേരം ഉണ്ണാനും ഉടുക്കാനും ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്നുണ്ടല്ലോ. അവസാനം അസിസ്റ്റന്റ് സ്വയം പണി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. പക്ഷേ അസിസ്റ്റന്റിന് ആരും പണി കൊടുക്കുന്നില്ല. കാരണം 100 രൂപ കൊടുക്കണ്ടേ ഇവർക്ക് ഈ ജോലി ചെയ്യുന്നതിന്? 10 രൂപ തന്നാലും മതി എന്നാ ഷേവ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആരും അസിസ്റ്റന്റിനെ പണിക്ക് വിളിക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് മണ്ടേലയെ അയ്യാവിന് ഷേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാറിൽ വന്ന് വിളിക്കുന്നതാണ്. മണ്ടേല അയ്യാവിൻ്റെ വീട്ടിൽ ചെന്ന് അയ്യാവിന് ഷേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ മണ്ടേലയ്ക്ക് ഷേവ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ഇത് മനസ്സിലാക്കി അയ്യാവ് പറയുന്നു, നീ എനിക്ക് ഷേവ് ഒന്നും ചെയ്യേണ്ട, പോയിക്കോ എന്ന്. തിരിച്ചു വരുന്ന മണ്ടേല കാണുന്നത് അയ്യാവിൻ്റെ 2 മക്കളും കൂടി മണ്ടേലയ്ക്ക് ഒരു കട തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള കട. എന്നിട്ട് മണ്ടേല അടുത്ത് ചോദിക്കുന്നുണ്ട്, മണ്ടേല ഇനി നീ ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറ. അപ്പോൾ മണ്ടേല പറയുന്നുണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മണ്ടേലയ്ക്ക് അയ്യാവിൻ്റെ 2 മക്കളും കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും കണ്ട് ശ്രദ്ധിച്ച് ഓസിന് കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ രാത്രി കുടിച്ചുകൊണ്ട് വന്ന് മണ്ടേലയെ ചീത്ത വിളിക്കുകയാണ്, ഞാനും വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ തന്നെയാണ്, നമുക്കൊന്നും ചെയ്തു തരാത്ത കൂടുതൽ കാര്യങ്ങൾ നിനക്ക് മാത്രം ചെയ്തു തരുന്നു എന്തടാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ കുടിച്ച് ബഹളമുണ്ടാക്കിയതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ടും കൊണ്ട് നായിക അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവർ ഇതെല്ലാം ചെയ്തു തരുന്നത് നിന്റെ വോട്ട് മാത്രം കണ്ടുകൊണ്ടാണ്
കൊണ്ടാണ്, അല്ലാതെ നിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല. ഇത് കേട്ടതും മണ്ടേല തിരിച്ച് മറുപടി പറയുകയാണ്, ഈ വോട്ട് വെച്ച് എനിക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയും. ഇത് കേട്ട് ദേഷ്യം വന്ന നായിക മണ്ടേലയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് വോട്ട് എന്താണെന്ന് അറിയാമോ? വോട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിനക്ക് വോട്ട് ചെയ്യാനെങ്കിലും അറിയാമോ? നിനക്ക് ഞാൻ മണ്ടേല എന്ന് പേരിട്ടല്ലോടാ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ആ നായിക അവിടെ നിന്ന് പോവുകയാണ്. വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം കേട്ടപ്പോഴാണ് മണ്ടേലയ്ക്ക് മനസ്സിലാവുന്നത് തനിക്ക് വോട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. വോട്ട് ചെയ്യാൻ പഠിക്കാനായി അയ്യാവിൻ്റെ ഇളയ മകൻ്റെ അടുത്ത് എത്തുകയാണ് മണ്ടേല. ഈ സമയത്ത് തന്നെ അയ്യാവിൻ്റെ മൂത്ത മകനും അവിടെ എത്തുന്നു. എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നീ വോട്ട് ചെയ്യാൻ പഠിപ്പിച്ച് മണ്ടേലയെ നിനക്ക് വോട്ടിടാൻ പ്രേരിപ്പിക്കുകയാണല്ലേടാ എന്ന് പറഞ്ഞ് മണ്ടേലയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അവസാനം പ്രശ്നം മൂത്ത് ഇവർ രണ്ടുപേരും തങ്ങളുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ പാർട്ടിയിലെ വലിയ നേതാവിൻ്റെ അടുത്ത് പ്രശ്നം എത്തുകയാണ്. അവസാനം ഇവരുടെ വലിയ നേതാവ് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. എന്തായിരുന്നാലും ജയിക്കാൻ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. ആ വോട്ട് കിട്ടിയാലേ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുകയുമുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, ഈ വോട്ടിന് വേണ്ടി പിടിവലി കൂടാതെ നിങ്ങൾ ഈ വോട്ടിന് ലേലം വയ്ക്കൂ. ഈ അഭിപ്രായം അയ്യാവിൻ്റെ രണ്ട് മക്കളും ശരിവയ്ക്കുകയാണ്. മണ്ടേലയും അതിനോട് ഓക്കെ പറയുകയാണ്. എന്നാൽ വലിയൊരു ആപത്ത് മണ്ടേലയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയ്യാവിൻ്റെ മൂത്ത മകൻ ശിങ്കിടിയോട് പറഞ്ഞു, ഇനി എങ്ങാനും നമ്മൾ ഈ ലേലത്തിന് തോക്കുകയാണെങ്കിൽ മണ്ടേലയുടെ ഒരു കൈയെ നമ്മൾ അങ്ങ് എടുക്കും എന്ന്. വലിയ നേതാവ് പറഞ്ഞതുപോലെ മണ്ടേലയുടെ വോട്ടിന് വേണ്ടിയുള്ള ലേലം ആരംഭിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഹീറോയും അവിടെ എത്തി. ഹീറോയുടെ കയ്യിൽ ഒരു ചെറിയ ചാക്കുണ്ടായിരുന്നു. ഇത് കണ്ട അയ്യാവിൻ്റെ മകൻ ചോദിച്ചു, എന്തിനാടാ നിനക്ക് ചാക്ക്? ഈ ലേലത്തിൽ കിട്ടുന്ന സാധനമൊക്കെ ഈ ചാക്കിലിട്ടോട്ട് പോവാൻ വേണ്ടിയാണ് ചാക്ക് കൊണ്ടുവന്നത്. ഉടനെ തന്നെ അവിടെ ലേലം വിളിക്കുന്ന ഇടനിലക്കാരൻ എത്തി. എന്നിട്ട് ഹീറോയോട് ചോദിച്ചു, നീ നിന്റെ വോട്ടിന് എത്ര വിലയാണ് കൽപ്പിക്കുന്നത്? ഹീറോ പറഞ്ഞു, 10,000 രൂപ. ഇത് കേട്ട് ആ ഇടനിലക്കാരൻ അതിശയിച്ചുവെങ്കിലും ഇതിലും വലുതായിരുന്നു ലേലത്തിൽ വിളിച്ചത്. 1, 2, 3, 4 അങ്ങനെ 40 ലക്ഷം വരെ ഈ വോട്ടിന് വേണ്ടിയുള്ള ലേലം മുന്നോട്ട് പോയി. ലേലം വിളി തുടരുന്നതിനിടയിൽ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റും അവിടെ എത്തി. എന്നിട്ട് ഹീറോയുടെ കാതിൽ പറഞ്ഞു, ഈ ലേലത്തിൽ ആരാണോ തോക്കുന്നത് ആ തോക്കുന്ന ആൾ നിന്റെ കൈ അങ്ങെടുക്കും. ഇത് കേട്ട ഹീറോ ആകെ അങ്ങ് പേടിച്ചു. പക്ഷേ അസിസ്റ്റന്റ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, പക്ഷേ നീ അതുവരെ ഈ ലേലം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. തനിക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കിയ ഹീറോ ലേലം മുന്നോട്ട് കൊണ്ടുപോകാൻ പല അടവും നോക്കി. അവിടെ നിന്ന് ആദ്യം ഒന്ന് വലിയാൻ നോക്കി. പക്ഷേ ലേലം വിളിക്കുന്ന ആൾ ഹീറോയെ അവിടെ പിടിച്ചു നിർത്തി. അതിനുശേഷം ഹീറോ ജെന്നി വരുന്നത് പോലെ അഭിനയിച്ചു. പക്ഷേ അയ്യാവിൻ്റെ മകൻ പറഞ്ഞു, ലേലം വിളിയിലിടയിലാണ് അവൻ്റെ ഒരു വിറയൽ, മിണ്ടാതിരിയടാ. അവസാനം ലേലം വിളിയിൽ ഒരാൾ ജയിക്കും എന്നൊരവസ്ഥ എത്തിയപ്പോൾ മണ്ടേല രണ്ടുപേരെയും എരികേറ്റി കൊടുക്കാൻ തുടങ്ങി. ഇത് അങ്ങ് ഫലിച്ചു. രണ്ടുപേരും മാറി മാറി ലേലം വിളി പിന്നെയും വിളിച്ചു. 1 കോടിക്ക് പുറത്തു പോയി ലേലം വിളി. ഇതിനിടയിൽ അയ്യാവിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. അവിടെ ഹീറോയുടെ അസിസ്റ്റന്റ് എത്തി അയ്യാവിൻ്റെ അടുത്ത് പറയുന്നു, അയ്യ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ ലേലത്തിൽ തോക്കുകയാണെങ്കിൽ മണ്ടേലയുടെ കാര്യം ആപത്താണ്. ഇത് കേട്ട് അയ്യാവ് ബോധം കെട്ട് കസേരയിൽ കിടക്കുന്നു. അടുത്ത് കാണിക്കുന്നത് ലേലം വിളിയാണ്. ലേലത്തിൽ ഒരാൾ ജയിക്കും എന്നുള്ളൊരവസ്ഥയായി മണ്ടേല പേടിക്കുകയാണ്. മണ്ടേല ഉറപ്പിച്ചു, തൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ അവിടെ ലേലം വിളിക്കുന്ന സ്ഥലത്ത് വന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് ഉറക്കെ വിളിച്ച് പറയുകയാണ്, അയ്യാവ് മരിച്ചുപോയി. ഇത് കേട്ടപാടെ അവിടെ നിന്ന് നാട്ടുകാരും അയ്യാവിൻ്റെ മക്കളും എല്ലാം അയ്യാവിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അയ്യാവിൻ്റെ വീട്ടിലെത്തിയ നാട്ടുകാരും മക്കളും കാണുന്നത് അയ്യാവ് ഒരു കസേരയിൽ ബോധം കെട്ട് കിടക്കുന്നതാണ്. മക്കൾ അയ്യാവിനെ വിളിച്ചു, അച്ഛ അച്ഛ എന്ന്. ഉടനെ തന്നെ അയ്യാവ് പതുക്കെ ഒന്ന് കണ്ണു തുറന്നിട്ട് പറഞ്ഞു, നാഗിനി നാഗിനി എന്ന്. മക്കൾ ചോദിച്ചു, എന്താ അച്ഛ പറയുന്നത്? ഉടനെ തന്നെ അയ്യാവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, മാറി നിന്ന് കൊടുറാ ടിവിയിലെ ഫ്രണ്ടിൽ നിന്ന്, അങ്ങേര് നാഗിനി സീരിയൽ കാണട്ടെ. അപ്പോൾ അയ്യാവിൻ്റെ മക്കൾക്ക് കാര്യം മനസ്സിലായി. മണ്ടേലയും അസിസ്റ്റന്റും കൂടി ചേർന്ന് അവരെ പറ്റിക്കുകയായിരുന്നു എന്ന്. മണ്ടേലയെയും പയ്യനെയും കാണിക്കുകയാണ്. മണ്ടേല പറയുകയാണ്, എനിക്ക് അയ്യാവിൻ്റെ വീട് വരെ പോകണം. എന്തിനാണ് നീ അങ്ങോട്ട് പോകുന്നതെന്ന് പയ്യൻ ചോദിച്ചു. അയ്യാവ് മരിച്ചു പോയില്ലേ? ഉടനെ പയ്യൻ പറഞ്ഞു, എടാ, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളത്തനം പറഞ്ഞതാണ്. എന്നിട്ട് അസിസ്റ്റന്റ് പറയുന്നു, എത്രയും വേഗം കിട്ടുന്ന വണ്ടി പിടിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. എന്നാൽ അയ്യാവിൻ്റെ മക്കളുടെ ആൾക്കാർ ഇവരുടെ പുറകെയുണ്ട്. അയ്യാവിൻ്റെ മക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മണ്ടേലയും അസിസ്റ്റന്റും ഓടുകയാണ്. ഓടി അസിസ്റ്റന്റ് ഒരു ബസ്സിൽ കയറി. പക്ഷേ മണ്ടേലയ്ക്ക് ആ ബസ്സിൽ കയറാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മണ്ടേല പിടിക്കപ്പെടുകയാണ്. ഇത് കണ്ട അസിസ്റ്റന്റും ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഈ രണ്ടുപേരെയും അയ്യാവിൻ്റെ 2 മക്കളും ആൾക്കാരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ അടിക്കുകയാണ്. എന്നിട്ട് മണ്ടേലയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ്, 2 ദിവസം നിനക്ക് സമയം തരും, അതിനകത്ത് നീ ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞേ പറ്റൂ എന്ന്. അവർ പോകുന്നതിന് മുമ്പ് മണ്ടേലയുടെ അസിസ്റ്റന്റിന് നല്ല രീതിയിലൊരു അടിയും കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. അടികൊണ്ട് അവശനായ മണ്ടേലയുടെ അസിസ്റ്റന്റിന് രാത്രിയായപ്പോൾ ഒട്ടും വയ്യ. എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകണമെന്ന് കരുതി ഒരു വീട്ടിൽ കയറി സഹായം ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള ആൾ പറയുകയാണ്, നിന്നെ സഹായിച്ചു കൊണ്ടിരുന്ന ആ 2 രാഷ്ട്രീയക്കാരില്ലേ, അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കൂ, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ മണ്ടേല അയ്യാവിൻ്റെ മൂത്ത മകനെ കാണാൻ പോകുന്നു. മൂത്ത മകൻ്റെ അടുത്ത് പറയുക, തൻ്റെ കൂടെയുള്ള പയ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അയ്യാവിൻ്റെ മൂത്ത മകൻ്റെ അടുത്ത് പറയുമ്പോൾ അയ്യാവിൻ്റെ മൂത്ത മകൻ ചോദിക്കുകയാണ്, അവന് വയസ്സെത്രയായി എന്ന്. മണ്ടേല പറയുന്നു, 15 വയസ്സ്. അപ്പോൾ അവന് വോട്ടിടാൻ പറ്റില്ല അല്ലേ? വോട്ടിടാൻ പറ്റാത്തവനെ ഞാൻ എന്തോന്ന് തേങ്ങയ്ക്കാടാ സഹായിക്കേണ്ടത് എന്ന് അയ്യാവിൻ്റെ
മൂത്ത മകൻ തിരിച്ചു ചോദിക്കുന്നു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചാൽ നിങ്ങൾക്ക് തന്നെ വോട്ട് തരാമെന്ന് മണ്ടേല സത്യം ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ അയ്യാവിൻ്റെ ഇളയ മകനും അവിടെ എത്തുകയാണ്. മണ്ടേല പറയുകയാണ്, എൻ്റെ കൂടെയുള്ള പയ്യനെ ആരാണോ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അവർക്ക് ഞാൻ വോട്ട് കൊടുക്കുമെന്ന്. എന്നാൽ അയ്യാവിൻ്റെ 2 മക്കളും കൂടി പറയുകയാണ്, നീ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് നിന്നെ സഹായിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കാമെന്ന്. ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഇവന്മാരോ ഈ നാട്ടിലുള്ള ആരും തന്നെ തങ്ങളെ സഹായിക്കില്ല എന്ന് ഹീറോ മനസ്സിലാക്കുന്നു. ഹീറോ ദുഃഖിച്ച് ആ മുറിവേറ്റ പയ്യനുമായി മരച്ചുവട്ടിലിരിക്കുമ്പോൾ അവിടെ നായിക എത്തുകയാണ്. നായിക ഹീറോയിന്റെ അസിസ്റ്റന്റിനെ പോസ്റ്റ് ഓഫീസിന്റെ വണ്ടിയിൽ തന്നെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വണ്ടിയിൽ കയറാൻ പറ്റാതെ ഹീറോ അതിനു പുറകെ ഓടുകയാണ്. അടുത്ത ദിവസം ജോലിക്ക് വന്ന നായികയോട് ഹീറോ ചോദിക്കുകയാണ്, പയ്യന് കുറവുണ്ടല്ലോ, അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ട നായികയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. ഒരു വോട്ടിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ ജീവിതമേ പാഴാക്കി, നീ അവന്റെ ജീവിതം കൂടി എന്തിനാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന്. പോടാ, എവിടെയെങ്കിലും പോയി തൊലയടാ, നിനക്ക് പോയി ഞാൻ മണ്ടേല എന്ന് പേരിട്ടല്ലോ. ഇത് കേട്ട മണ്ടേലയ്ക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. ഇത് മാത്രമല്ല, ആ നാട്ടിലെ ആരും തന്നെ മണ്ടേലയെ സഹായിക്കാനോ ആഹാരം കൊടുക്കാനോ ഒന്നിനും തയ്യാറാകുന്നില്ല. വളരെ രാത്രിയായപ്പോൾ മണ്ടേല ഒരു മരച്ചുവട്ടിൽ വന്നിരുന്ന് തൻ്റെ ID കാർഡിനെ വലിച്ചു ദൂരെ എറിഞ്ഞതിന് ശേഷം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ആ കൂരിരുട്ടിൽ മണ്ടേല ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ആരോ ഉണ്ട്. മണ്ടേല വിളിച്ചു ചോദിച്ചു, ആരാണത്? ഉടനെ തന്നെ ഒരു പെണ്ണിൻ്റെ ശബ്ദമാണ് തിരിച്ചു വന്നത്. അണ്ണാ, ഞാൻ ഇന്ന ആളാണ്, അടുത്ത് വരരുത്. ഇത് കേട്ട ഉടനെ മണ്ടേല ചോദിച്ചു, ഇത്രയും അർദ്ധരാത്രിയിൽ നീ അവിടെ എന്ത് ചെയ്യുകയാണ്? പെണ്ണ് തിരിച്ചു പറഞ്ഞു, വെളിക്കിറങ്ങാൻ വന്നതാണ്. മണ്ടേല തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അതെന്താ നിനക്ക് പകൽ സമയം ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിനെ എല്ലാവരും കൂടി ചേർന്ന് പൊളിച്ചു കളഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ ഈ കാട്ടിൽ വെളിക്കിറങ്ങാൻ വരേണ്ടി വന്നത്. ഇത് കേട്ട മണ്ടേല ചോദിച്ചു, ഒറ്റയ്ക്ക് എന്തിനാണ് അർദ്ധരാത്രി ഇവിടെയൊക്കെ വരുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല വേറെയും സ്ത്രീകളുണ്ട് ഇവിടെ. ഇത് കേട്ട് തിരിഞ്ഞു നടന്ന ഹീറോയോട് ആ പെണ്ണ് പുറകിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അണ്ണൻ്റെ കയ്യിൽ ആ ID കാർഡില്ലേ, അത് വെച്ച് രാത്രിയിൽ കുടിച്ചും കൊണ്ട് ഇരുട്ടത്തോട്ട് വരുന്ന ആണുങ്ങളെ വരല്ലെന്ന് പറയാൻ പറ്റില്ലേ എന്ന്. ഇത് കേട്ട മണ്ടേലയ്ക്ക് അവൻ്റെ മനസ്സുകൊണ്ട് കുറച്ചു നിമിഷം അവിടെ നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ താൻ കളഞ്ഞ ആ ID കാർഡിനെ അവിടെയെല്ലാം തിരഞ്ഞു. ഒടുക്കം അവനത് കിട്ടി. ആ ID കാർഡും കയ്യിലെടുത്ത് നേരെ അയ്യാവിൻ്റെ ഇളയ മകൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ വോട്ട് തരാം, പക്ഷേ നീ എനിക്ക് 2-3 ടോയ്ലറ്റ് കെട്ടിത്തരണം, വെളിയും പുറത്ത് പോയി മടുത്തു. അയ്യാവിൻ്റെ മകൻ പറഞ്ഞു, നിനക്ക് ടോയ്ലറ്റ് ഒന്നും കെട്ടിത്തരാൻ പറ്റൂല. ഹീറോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വീട്ടിലെ ടോയ്ലറ്റിൽ പോകാം, നീ എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാറായോടാ എന്ന് ഹീറോയോട് അയ്യാവുടെ മകൻ ചോദിക്കുകയാണ്. അപ്പോൾ മണ്ടേല പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റേ പാർട്ടിക്കാരന് വോട്ട് കൊടുക്കാം. ഇത് കേട്ടതും അയ്യാവിൻ്റെ ഇളയ മകൻ മണ്ടേലയെ നല്ല രീതിയിൽ അടിക്കുകയാണ്. അടിച്ച് ഒരു റൂമിനകത്തിട്ട് പൂട്ടുകയാണ്. എന്നിട്ട് കൂടെയുള്ള ശിങ്കിടിയുടെ അടുത്ത് പറയുകയാണ്, യവനെ ഇലക്ഷൻ്റെ അന്ന് തുറന്നു വിട്ടാൽ മതി. മണ്ടേലയ്ക്ക് അടി കൊടുത്ത് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നറിഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയിലെ വലിയ നേതാവ് അയ്യാവിൻ്റെ ഇളയ മകൻ്റെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്ത് തോന്നിവാസമാണ് ഈ കാണിച്ചിരിക്കുന്നത്? അയ്യാവിൻ്റെ മകൻ പറയുകയാണ്, ഫാക്ടറി വന്നാൽ 5 കോടി കിട്ടുമെന്നും പറഞ്ഞ് ഇവൻ്റെ ഒരു വോട്ടിന് വേണ്ടി ഇവനെ താങ്ങാനൊന്നും ഇനി എന്നെ കൊണ്ട് കിട്ടില്ല. ഇത് കേട്ട ആ വലിയ നേതാവ് പറയുകയാണ്, 5 കോടി അല്ലടാ, 30 കോടി തരാമെന്നാണ് അവർ പറയുന്നത്. ഇവൻ്റെ വോട്ടിന് 30 കോടിയുടെ വിലയുണ്ട്. ഇത് കേട്ട് അയ്യാവിൻ്റെ മകൻ്റെ കണ്ണ് തള്ളുകയാണ്. നേതാവ് പറഞ്ഞു, ഇലക്ഷൻ കഴിയുന്നതുവരെ അവൻ്റെ ദേഹത്ത് ഒരു പൊടി മണ്ണ് പോലും വീഴരുത്, എങ്ങനെയെങ്കിലും അവൻ്റെ വോട്ട് നേടി ജയിക്കാൻ നോക്ക്. ആ വലിയ നേതാവും അയ്യാവിൻ്റെ മകനും സംസാരിക്കുന്നത് മണ്ടേല ആ റൂമിൽ കടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. റൂമിലോട്ട് വന്ന അയ്യാവിൻ്റെ മകനെയും ശിങ്കിടിയെയും നോക്കിയിട്ട് മണ്ടേല പറഞ്ഞു, തറയിൽ കിടക്കുന്ന ആ 30 കോടി വിലയുള്ള ID കാർഡ് ഒന്ന് എടുത്തു തന്നേ. ഞാൻ പറഞ്ഞ ടോയ്ലറ്റ് എല്ലാം കെട്ടി തന്നാൽ വോട്ട് നിങ്ങൾക്ക് തരും, ഇല്ലെങ്കിൽ വോട്ട് അടുത്ത പാർട്ടിക്കാരന് കൊടുക്കും. മണ്ടേലയുടെ സ്വരത്തിൽ നീ വേണമെങ്കിൽ കെട്ടിയാൽ മതി എന്നൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അയ്യാവിൻ്റെ ഇളയ മകൻ ടോയ്ലറ്റ് എല്ലാം കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ട മണ്ടേലയ്ക്കും നാട്ടുകാർക്കുമെല്ലാം സന്തോഷമാവുകയാണ്. അടുത്ത മൂവിയിൽ കാണിക്കുന്നത് അയ്യാവിൻ്റെ മൂത്ത മകൻ മണ്ടേലയ്ക്ക് കെട്ടിക്കൊടുത്ത ആ കട കത്തിക്കുന്നതാണ്. കട കത്തിക്കുന്ന സമയത്ത് മണ്ടേല തൊട്ടടുത്തുണ്ട്. പക്ഷേ മണ്ടേല ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. ഉടനെ തന്നെ അയ്യാവിൻ്റെ മൂത്ത മകൻ വന്ന് പറയുകയാണ്, നീ വോട്ട് എനിക്ക് തന്നെ ചെയ്യണം കേട്ടാടാ. ഇത് കേട്ടപാടെ മണ്ടേല പറയുകയാണ്, അതിന് വോട്ട് ചെയ്യാൻ എനിക്ക് പറ്റൂലല്ലോ, ആ വോട്ടർ ID നിങ്ങൾ ആ കത്തിച്ച കടക്കകത്ത് കിടക്കുകയല്ലേ. ഇത് കേട്ടപാടെ അയ്യാവിൻ്റെ മകൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഇടാ വാടാ അത് അണക്കട. അണച്ചതിന് ശേഷം അവർ രണ്ടുപേരും കൂടി കത്തിയ കടക്കകത്ത് വോട്ടർ ID തിരയുകയാണ് അവർ. പക്ഷേ അയ്യാവിൻ്റെ മകന് വോട്ടർ ID കിട്ടുന്നില്ല. ഉടനെ തന്നെ മണ്ടേല പറയുകയാണ്, അത് അവിടെ ഇല്ല, എൻ്റെ പോക്കറ്റിലാണുള്ളത്. ഇത് കേട്ട അയ്യാവിൻ്റെ ശിങ്കിടിക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഹീറോയോട് പറയുകയാണ്, നീ ഒരുപാട് വിളച്ചിലെടുത്താൽ നിന്നെ കൊന്നുകളയും. ഹീറോ പറയുന്നു, എന്നാൽ നീ ഒന്ന് കൊന്നു നോക്കടാ, കൊല്ലടാ,
കൊന്നാൽ 30 കോടിയുടെ വോട്ട് വെള്ളത്തിൽ പോകും. ഇത് കേട്ട് കൊല്ലാൻ വന്നവൻ ഒന്ന് ബേക്ക് വലിയുകയാണ്. എനിക്ക് അറിയാമായിരുന്നു ഇലക്ഷൻ കഴിയുന്നതുവരെ ഇവന്മാർ തന്നെ ഒന്നും ചെയ്യില്ല എന്ന്. ഇലക്ഷൻ കഴിഞ്ഞാലോ തന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നും. അതിനു മുമ്പ് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ചാകാം എന്നായിരുന്നു ഹീറോയുടെ തീരുമാനം. ഹീറോ പറഞ്ഞു, എനിക്ക് നല്ല രീതിയിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനൊരു ആഗ്രഹം, എനിക്കൊരു സ്വിമ്മിംഗ് പൂൾ കെട്ടിത്തരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വോട്ട് തരികയുള്ളൂ. ഇവിടെ ചന്തി കഴിവാൻ വെള്ളമില്ല, അപ്പോഴാണ് ഗ്രാമത്തിൽ സ്വിമ്മിംഗ് പൂൾ കെട്ടാൻ പോകുന്നത്, അതൊന്നും നടക്കില്ല. ഹീറോ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യൂ, കുറെ കാലമായിട്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെറുതെ കിടക്കുന്നില്ലേ, അത് ക്ലീൻ ചെയ്ത് അതിൽ വെള്ളം നിറക്കി, ഞാൻ അതിലിറങ്ങി കുളിച്ചോളാം. അയ്യാവിന്റെ മൂത്ത മകൻ ഗ്രാമത്തിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് അതിൽ മൊത്തം വെള്ളം നിറക്കുകയാണ്. എന്നിട്ട് മണ്ടേലയുടെ അടുത്ത് കുളിക്കാൻ പറയുകയാണ്. മണ്ടേല കയറി നോക്കിയിട്ട് പറയുന്നു, ഒരു മൂടില്ല, പിന്നെ കുളിക്കാം എന്ന് പറഞ്ഞ് മണ്ടേല ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ ടാങ്കിന്റെ വെള്ളം പോകുന്ന മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അങ്ങനെ അവിടെയുള്ള ഗ്രാമത്തിലെ എല്ലാ പൈപ്പുകളിലും വെള്ളം വരികയാണ്. വെള്ളമില്ല എന്നുള്ളൊരവസ്ഥ ആ ഗ്രാമത്തിൽ അങ്ങനെ ഇല്ലാതാവുകയാണ്. എന്നിട്ട് മണ്ടേല പറഞ്ഞു, എല്ലാ ദിവസവും ടാങ്കിൽ വെള്ളം നിറച്ചിടണം കേട്ടോ, എനിക്ക് മൂഡ് വരുമ്പോൾ ഞാൻ ഇറങ്ങി കുളിച്ചോളാം. ഗ്രാമത്തിൽ വെള്ളവും ടോയ്ലറ്റും എത്തിച്ച മണ്ടേലയ്ക്ക് ഈ ID കാർഡ് വെച്ച് ഇനിയും പലതും ചെയ്യാൻ പറ്റുമെന്ന് ഗ്രാമത്തിലെ പലരും മനസ്സിലാക്കുന്നു. മണ്ടേല ഇരുന്ന മരത്തിന് ചുവട്ടിൽ ആരോ എഴുതി വെച്ചിരുന്നു, ഗ്രാമത്തിൽ ഒരു സ്കൂളില്ല, ആ സ്കൂൾ റെഡിയാക്കണം. മണ്ടേല അയ്യാവിന്റെ ഇളയ മകന്റെ അടുത്ത് പറയുകയാണ്, സ്കൂളിൽ പഠിച്ചിട്ട് കുറേ കാലമായി എനിക്ക് സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹം, ഗ്രാമത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളിനെ ശരിയാക്കണം, എന്നിട്ട് സ്കൂളിനെ പ്രവർത്തന സജ്ജമാക്കണമെന്ന്, എന്നാൽ മാത്രമേ തനിക്ക് ഞാൻ വോട്ട് തരികയുള്ളൂ എന്ന് മണ്ടേല പറയുന്നു. മണ്ടേല പറഞ്ഞ പോലെ അയ്യാവിന്റെ ഇളയ മകൻ അവിടെ പൊളിഞ്ഞു കിടന്ന സ്കൂളിനെ വീണ്ടും മെയിൻറ്റെയിൻസ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുകയാണ്. 30 കോടിയുടെ വോട്ടല്ലേ, പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മണ്ടേല രാത്രിയായപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സൈക്കിളിൽ വെച്ച് തള്ളിക്കൊണ്ട് വരികയാണ്. കാരണം അവർക്ക് വയ്യ. പക്ഷേ റോഡ് അഴുക്കായതുകൊണ്ട് സൈക്കിളിൽ പോലും അവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവർ സൈക്കിളിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഈ കഷ്ടപ്പാട് കണ്ട മണ്ടേല ഉടനെ തന്നെ അയ്യാവിന്റെ മൂത്ത മകന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ റോഡല്ല നല്ല രീതിയിൽ ടാർ ചെയ്തിടണം, എന്നാലേ തനിക്ക് ഞാൻ വോട്ട് തരികയുള്ളൂ. അവസാനം ഗതിയില്ലാതെ അവർ റോഡ് മൊത്തം ടാർ ചെയ്യുകയാണ്. അങ്ങനെ നല്ല റോഡ് വന്നതോടുകൂടി ആ നാട്ടിലേക്ക് ബസ് സർവീസും എത്തുകയാണ്. ഇത് മാത്രമല്ല, രാത്രി ആ റോഡ് വഴി വണ്ടി ഓടിച്ചു വന്ന അയ്യാവിന്റെ ഇളയ മകന്റെ വണ്ടിക്ക് കുറുകെ ഹീറോ കയറി നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്ന് വീണ് അവർ പറയുകയാണ്, ഇരുട്ടത്ത് നിന്ന് മാറി നില്ലടാ, ഇപ്പോൾ ഇടിച്ച് ചത്തേനെ. ഹീറോ പറയുന്നു, ഇരുട്ടത്ത് നിന്ന് എന്നെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ 30 കോടിയുടെ വോട്ട് നഷ്ടമാകും, അതുകൊണ്ട് റോഡ് മൊത്തം സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കണമെന്ന് ഹീറോ അയ്യാവിന്റെ മകന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ അവിടെ സ്ട്രീറ്റ് ലൈറ്റും എത്തുന്നു. ഈ മണ്ടേല കാരണം ആ ഗ്രാമത്തിൽ അതുവരെ ഇല്ലാതിരുന്ന റോഡും ടോയ്ലറ്റും വെള്ളവും സ്കൂളും വണ്ടിയും എല്ലാം വന്നതുകൊണ്ട് മണ്ടേലയെ ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. നായികയും മണ്ടേലയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. വോട്ടിടേണ്ട ദിവസം, ഇലക്ഷന്റെ അന്ന് തന്നെ മണ്ടേല രാവിലെ വോട്ടിടാൻ വേണ്ടി വരികയാണ്. മണ്ടേല വരുന്ന വഴിക്ക് 2 പാർട്ടിയിലെയും കക്ഷികൾ മണ്ടേലയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നീ ആർക്ക് വോട്ട് കൊടുക്കും? മണ്ടേല പറയുന്നു, ഞാൻ ആർക്ക് വോട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞാൻ വോട്ടിടാൻ പോവുകയാണ്. മണ്ടേല വോട്ടിടാൻ പോയി. മണ്ടേല വോട്ടിട്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങിയപ്പോഴും അവർ മണ്ടേലയെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആർക്ക് വോട്ടിട്ടു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. മണ്ടേല പറഞ്ഞു, ഞാൻ ആർക്ക് വോട്ടിട്ടു എന്നുള്ളത് എൻ്റെ അവകാശം, ഇനി നിങ്ങൾക്കത് അറിയണമെങ്കിൽ വോട്ട് എണ്ണണേൻ്റെ അന്നറിയാം. അടുത്ത് കാണിക്കുന്നത് മണ്ടേലയെ ചീത്ത വിളിച്ച ഓസിന് കുടിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഭാര്യയുമായി വോട്ടിടാൻ പോകുന്നതാണ്. പോകുന്നതിന് മുമ്പ് മണ്ടേല കാരണം നാട്ടിൽ വെള്ളം എത്തിച്ച പൈപ്പുണ്ടല്ലോ, ആ പൈപ്പിലും ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. ഭാര്യയുമായി വോട്ടിടാൻ പോയ അയാൾ ഇടയ്ക്ക് വെച്ച് സൈക്കിൾ നിർത്തിയിട്ട് വഴിയിൽ വെച്ചിരുന്ന ഒരു കാണിക്ക വഞ്ചിയിൽ അയ്യാവിന്റെ മകൻ വോട്ടിന് വേണ്ടി കൊടുത്ത ആ പൈസ കൊണ്ടിടുകയാണ്. ഭാര്യ ഇതിനെ എതിർക്കുന്നുണ്ട്, അയാൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, ആ നാട്ടിലെ പലരും വോട്ടിന് വേണ്ടി കൊടുത്ത പൈസ തിരിച്ച് ഈ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. കാരണം അവർ കൊടുത്ത പണത്തിനെക്കാട്ടിലും വലുതായിരുന്നു മണ്ടേല ആ ഗ്രാമത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയതെല്ലാം. ഇതെല്ലാം കണ്ട അയ്യാവിന്റെ മക്കൾ ഭയപ്പെടുകയാണ്. ഇലക്ഷനിൽ തോക്കുകയാണെങ്കിൽ മണ്ടേലയെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അങ്ങനെ വോട്ട് എണ്ണുന്ന ദിവസം വന്നെത്തുകയാണ്. നായിക മണ്ടേലയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഈ നാടിൽ നിന്ന് പോകണം. ആ സമയം തന്നെ മണ്ടേലയുടെ അസിസ്റ്റന്റ് വീഡിയോ കോളും ചെയ്യുന്നുണ്ട്, ആശുപത്രിയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. അതിനുശേഷം മണ്ടേല നായികയ്ക്കുള്ള മറുപടി കൊടുക്കുകയാണ്, ഞാൻ ആരെയും പേടിച്ച് ഈ നാട്ടിൽ നിന്ന് പോവില്ല, ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്, ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കും. മണ്ടേലയ്ക്ക് അപകടം വരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ നായിക അയ്യാവിനെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ വോട്ട് എണ്ണി തുടങ്ങുകയാണ്. വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ അയ്യാവിന്റെ 2 മക്കളും മണ്ടേലയെ കൊല്ലാൻ വേണ്ടി ആളുകളെ ആ മരത്തിന് ചുറ്റും നിർത്തിയിരുന്നു. ആ സമയത്ത് അയ്യാവും നായികയും അവിടെ എത്തുകയാണ്. അയ്യാവിന്റെ അടുത്ത് മണ്ടേല പറയുകയാണ്, അയ്യ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പെക്കോളൂ. അയ്യാവ് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതല്ല, നീ എനിക്ക് ഷേവ് ചെയ്. അങ്ങനെ മണ്ടേല അയ്യാവിന് ഷേവ് ചെയ്യാൻ തുടങ്ങി. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ അയ്യാവിന്റെ മക്കൾ ഗുണ്ടകളുമായി മണ്ടേലയെ കൊല്ലാൻ കണക്കിന് അവിടെ വരികയാണ്. വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നാൽ, ഗ്രാമത്തിലെ എല്ലാവരും ആ മരത്തിന് ചുറ്റുമുണ്ട്. 2 ജാതിക്കാരും 2 കരക്കാരും. കാരണം മണ്ടേലയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. തങ്ങൾക്ക് എന്ത് സംഭവിച്ചിരുന്നാലും മണ്ടേലയെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഭാവത്തിൽ ഗ്രാമവാസികൾ ജാതി ഭേദം മറന്ന് അവിടെ അണിനിരന്നിരുന്നു. ഇത് കണ്ട അയ്യാവിന്റെ മക്കളും ഗുണ്ടകളും പേടിക്കുകയാണ്. ഇതിനിടയിൽ ഇലക്ഷൻ റിസൾട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരാണ് ജയിച്ചതെന്ന് സിനിമയിൽ വ്യക്തമാക്കുന്നില്ല.
നിസ്സഹായരായി നിൽക്കുന്ന അയ്യാവിന്റെ മക്കളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മുഖത്ത് ഒരു ചിരിയുണ്ട്. ഇനി എന്നും നമ്മുടെ കൂടെ മണ്ടേല ഉണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ സിനിമ നല്ല രീതിയിൽ അവസാനിക്കുകയാണ്.